എവിടെയാണ് കുട്ടികൾ സ്ട്രെസ് അനുഭവിക്കുന്നു, അതുകൊണ്ട് അവർക്ക് സൂംബ ഡാൻസ് ആണ് ഏക പരിഹാരം എന്ന് പറയുന്ന പഠനം എവിടെയാണ് എവിടെയാണ് എന്താ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ അക്കാദമിക് സ്ട്രെസ് രംഗത്ത് നടന്നത് അനുഭവിക്കുന്നില്ലേ? എവിടെയാണ്? കുട്ടികൾ സ്ട്രെസ് അനുഭവിക്കുന്നില്ലേ ബറാമി? അതാ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ആങ്കറിന് അതാണോ മനസ്സിലായത്? അതെ, കുട്ടികൾ സ്ട്രെസ് എനിക്കതാണ് മനസ്സിലായത്. അനുഭവിക്കുന്നില്ല എന്നാണോ കുട്ടികൾ സ്ട്രെസ് മനസ്സിലായത്? അനുഭവിക്കുന്നില്ലേ? കുട്ടികൾ സ്ട്രെസ് അനുഭവിക്കുന്നത് കൊണ്ട് ലഹരിയിലേക്ക് പോകുന്നു എന്നും അതിന്റെ പരിഹാരം സൂംബയാണ് എന്നുമുള്ള പഠനങ്ങൾ എവിടെയാണ്? ഒരു 4 പഠനങ്ങൾ നിങ്ങൾ തരൂ. തീർച്ചയായും. അതായത് നാഷണൽ ഹെൽത്ത് ഓർഗനൈസേഷൻ ഇവിടെ വിഷയം ഉണ്ടല്ലോ. ഇവിടെ വിഷയം ശ്രീ ബറാമി, താങ്കൾ ചോദിച്ചതിന് ഞാൻ ഉത്തരം പറയാം. ബറാമി സൂചിപ്പിച്ചത് എന്ത് പഠനമാണ് സൂംബയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നാണ്. സൂംബ എന്താണ്? നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ മറ്റേതെങ്കിലും ഇസഡിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് അതിൻ്റെ ദൃശ്യങ്ങൾ വെച്ചിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് അവലോകനത്തിലേക്കും അന്തിമ ഫുൾ സ്റ്റോപ്പിലേക്കും എത്തരുത്. ഞാൻ ചോദിക്കുന്നത്, സൂംബ എന്നത് കൊളംബിയയിലെ ഒരാൾ കണ്ടുപിടിച്ചതാണ്. അയാൾ മാത്രമല്ല, അയാളോടൊപ്പം ഈ ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന 3 പേർ കൂടി ചേർന്ന് അവർ രൂപപ്പെടുത്തിയതാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള ചലനങ്ങളെ മ്യൂസിക്കിൻ്റെ താളത്തിൽ ദ്രുതഗതിയിൽ ഒരു പ്രത്യേക താളത്തിൽ ചെയ്യുന്നത് മാത്രമാണ് സൂംബ. ആ സൂംബ സെലക്ട് ചെയ്യാനുള്ള കാരണം അത് ഏത് പ്രായക്കാർക്കും ഏത് അവസ്ഥയിലുള്ളവർക്കും ഏത് സാഹചര്യത്തിലുള്ള കുട്ടികൾക്കും ചെയ്യാനാകുമെന്നതാണ്. രസകരമായി ഒരു കളിയിലൂടെ പഠനം എന്നൊക്കെ ഉണ്ടല്ലോ. താങ്കൾ അധ്യാപക വൃത്തി ചെയ്യുന്ന ആളാണെങ്കിൽ ആ രീതിയിലാണല്ലോ. അത് മതപഠനത്തിലടക്കം അപ്ലൈ ചെയ്യാറുണ്ട് പല പ്രസ്ഥാനങ്ങളും. അപ്പോൾ അങ്ങനെ കളിയിലൂടെ, ആ വ്യായാമത്തിലൂടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കലാരീതിയാണ്, ഒരു കായിക രീതിയാണ്, ഒരു അഭ്യാസ രീതിയാണ് ഈ സൂംബ എന്നത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. അവിടെ എവിടെയാണ് നിങ്ങൾക്കൊരു വിവാദത്തിൻ്റെ സ്പേസ് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വിവാദം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ ഡിസന്റ് രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ അവതാരകൻ ഞങ്ങൾ സെർച്ച് ചെയ്യുന്ന ഇടത്തെക്കുറിച്ച് അത്ര ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളത് എനിക്ക് മാത്രമല്ല, സമൂഹത്തിനാകെയും. സഫ്വാൻ, സമൂഹത്തിന്റെ മൊത്തം ഏജൻസി ഒന്ന് താങ്കൾ ഏറ്റെടുക്കേണ്ട ഏറ്റെടുക്കണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. ഞാനൊരു ഘട്ടത്തിൽ ആരുടെയും എന്റെ കൺസേൺ ആണ്. ഞാൻ അടക്കമുള്ള ഒരു സൊസൈറ്റിയുടെ, ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു കൺസേൺ എനിക്ക് പറയാൻ അവകാശമുണ്ടല്ലോ. അത് അങ്ങനെ നിങ്ങൾ അതിൽ വിശ്വാസം മേമ്പൊടിയാക്കി, അവിടെയാണ് വിഷയം. അതെന്താ? മതേതര രാജ്യത്ത് ഞങ്ങളുടെ വിശ്വാസത്തിന് യോജിക്കുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയാൻ ഇന്ത്യ മഹാരാജ്യത്ത് അവകാശമില്ലേ? അല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. നിങ്ങൾ എന്ത് നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് കേരള ഗവൺമെന്റും ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനും തമ്മിൽ നടന്ന ഒരു കോർട്ടിലെ നടപടി, അവിടുത്തെ സംഗതിയൊക്കെ കഴിഞ്ഞ ചർച്ചകളൊക്കെ ഞങ്ങൾ കോട്ട് ചെയ്തിരുന്നു. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ ഹനിക്കുന്നതാണ് എന്ന് ആങ്കറിന് തോന്നുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഹനിക്കപ്പെട്ട ഒരാൾ കോടതിയെ സമീപിച്ചതും അവരുടെ റൈറ്റ് ടു റിലീജിയന്റെ ഭാഗമായി അത് ആലപിക്കുന്ന സമയത്ത് അവർക്ക് ഒഴിവ് കൊടുക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി നിരീക്ഷണത്തെ, അല്ലെങ്കിൽ ഹൈക്കോടതിന്റെ ഒരു വിധി ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. സുപ്രീം കോടതിയാണ് അവരുടെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിച്ചത്, ഹൈക്കോടതിയല്ല. താങ്കൾക്ക് അവിടെ ഒരു ചെറിയ ഓക്കെ. ഞാൻ ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും ഒരു മാനദണ്ഡപ്രകാരം മാത്രം നോക്കിക്കാണുന്ന രീതി, അതിനെ സാങ്കേതികമായി വിശദീകരിക്കുന്ന രീതി ഒരു പൊതുസമൂഹത്തിന് ചേർന്നല്ല. നിങ്ങൾ പറഞ്ഞു പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് അല്പവസ്ത്രത്തിൽ ആടുന്നതാണ് പ്രശ്നം, അതാണ് സൂംബ എന്ന് ചുരുക്കി കാണുവാനാണ് നിങ്ങൾ ശ്രമിച്ചത്. പിന്നീട് നിങ്ങൾ രണ്ടാമത് ചോദിച്ചത് എങ്ങനെയാണ് മയക്കുമരുന്നിനെതിരെ അല്ലെങ്കിൽ കുട്ടികളുടെ സ്ട്രെസ്സിനെതിരെ സൂംബ സഹായിക്കുന്നതെന്ന് ചോദിച്ചു. നിരവധി സ്റ്റഡീസ് ഉണ്ട്. കാർഡിയോ സംബന്ധിയായ എല്ലാ വ്യായാമങ്ങളും ഇതിന് അനുഗുണമാകുന്നതെന്ന് നിരവധി സ്റ്റഡിയുണ്ട്. ഒരു 500 സ്റ്റഡി താങ്കൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണും. ഞാൻ താങ്കളുടെ അടക്കമുള്ളവരുടെ ഒക്കെ വാദങ്ങൾ പരിശോധിച്ച് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു. ഇഷ്ടംപോലെ ഏജൻസികൾ, അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ഇഷ്ടംപോലെ ഏജൻസികൾ. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം അതൊന്നുമല്ല.